BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സുധാകരനിൽ ധൃതിയില്ല. ജി സുധാകരന് പിന്തുണ നൽകുന്നതിൽ ധൃതി പിടിച്ച തീരുമാനം വേണ്ടെന്ന് കോൺഗ്രസ്. സുധാകരന് പിന്തുണ നൽകുന്നതിൽ ധൃതി പിടിച്ച തീരുമാനം വേണ്ടെന്ന് കോൺഗ്രസ്. രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ച് സാവകാശം തീരുമാനമെടുക്കും. ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുവാൻ ധാരണയായി. ജി സുധാകരന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകുന്നത് പരിശോധിച്ച് തീരുമാനിക്കും. വിസ്മയം എന്ന് പറഞ്ഞപ്പോൾ പലരും ചിരിച്ചല്ലോ. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തൃശൂർ ചിമ്മിനിയിൽ കാട്ടാന ആക്രമണം, ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. തൃശൂർ പാലപ്പിള്ളി ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ മംഗലം ഡാമിന്റെയും ചിമ്മിനി ഡാമിന്റെയും അതിർത്തി പ്രദേശമായ ഒളകര കവയിലായിരുന്നു സംഭവം. ഫയർലൈൻ ജോലിക്കായി പോയ 6 അംഗ സംഘത്തിന് നേരെയാണ് പിടിയാനയുടെ ആക്രമണമുണ്ടായത്. ആനയുടെ മുൻപിൽ അകപ്പെട്ട സംഘം പല വഴിക്കായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ച നിലയിൽ കുമാറിനെ കണ്ടത്. കൂടെയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചേർന്നാണ് കുമാറിനെ കാടിന് പുറത്തെത്തിച്ചത്. വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കല്യാണ ചടങ്ങിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെടിയൊച്ച കേട്ടു. അക്രമിയെക്കുറിച്ച് അറിയില്ല. ഫാറൂഖ് അബ്ദുള്ളയ്ക്കെതിരെയുണ്ടായ വധശ്രമത്തിൽ ഭീകരാക്രമണ സാധ്യത തള്ളിക്കളഞ്ഞ് പോലീസ്. പ്രതി കമൽജിത് സിംഗ് ജാംവാളിന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയോട് വ്യക്തിവിരോധമുണ്ടായിരുന്നു. 20 വർഷമായി ഫാറൂഖ് അബ്ദുള്ളയെ വകവരുത്തുവാൻ ആഗ്രഹിച്ചിരുന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞു. സ്വന്തം ലൈസൻസ്ഡ് റിവോൾവർ ഉപയോഗിച്ചാണ് പ്രതി വെടിയുതിർത്തത്. ആക്രമണ സമയത്ത് കമൽജിത്ത് മദ്യപിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ജമ്മുവിൽ പ്രതിയുടെ വീടും ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് റെയ്ഡുകൾ തുടരുകയാണ്. കമൽജിത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് പോലീസ്. സുധാകരനെ UDF പിന്തുണയ്ക്കും. ജി സുധാകരനുമായി വി.ഡി. സതീശൻ സംസാരിച്ചു. ജി സുധാകരനെ UDF പിന്തുണയ്ക്കും. ജി സുധാകരനെ അമ്പലപ്പുഴയിൽ UDF പിന്തുണയ്ക്കും. ജി സുധാകരനുമായി വി.ഡി. സതീശൻ സംസാരിച്ചു. സുധാകരനെ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തനിക്ക് അറിയാമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പിന്നീട് വ്യത്യസ്ത പാർട്ടികളിലായിപ്പോയി. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ജി സുധാകരനിൽ കാണാനാകും. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും മൂല്യം ഉയർത്തിപ്പിടിച്ച നേതാവ്. ജനാധിപത്യ മര്യാദ എല്ലാ കാലത്തും സുധാകരൻ കാണിച്ചിട്ടുണ്ട്. അഴിമതിക്കെതിരെ പോരാടിയ പൊതുപ്രവർത്തകൻ. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ നിലനിൽക്കെ വ്യക്തിപരമായി നല്ല ബന്ധം ഉണ്ടായിരുന്ന നേതാവ്. ആരെയും കെട്ടിയിട്ടിട്ടില്ല. പാർട്ടി വിട്ടാൽ സുധാകരൻ ഷൂ. MM മണി. ജി സുധാകരനെതിരെ പരാമർശവുമായി MM മണി MLA. പാർട്ടി വിട്ടാൽ ജി സുധാകരൻ ഷൂ എന്ന് MM മണി വിമർശിച്ചു. പാർട്ടിയുമായി പതിറ്റാണ്ടുകൾ ബന്ധമുള്ള എത്രയോ പേരാണ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത്. ചിലരെ പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊന്നും ഒരു കാര്യവുമില്ല. പ്രസ്ഥാനം മുന്നോട്ടു പോവുക തന്നെ ചെയ്യുമെന്നും MM മണി പ്രതികരിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ജി സുധാകരൻ പാർട്ടിയെ പച്ചയ്ക്ക് ചതിച്ചു. ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയും. സജി ചെറിയാൻ. ജി സുധാകരൻ പാർട്ടിയെ പച്ചയ്ക്ക് ചതിച്ചു. നേതൃത്വം കൃത്യമായ മറുപടി നൽകുമെന്ന് സജി ചെറിയാൻ MLA. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വ്യക്തിപരമായി അദ്ദേഹം തരംതാണ് സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മത്സരിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ്. തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ലെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. പാർട്ടിക്കകത്തു നിന്നും നിലപാടുകൾ പറയുകയാണ് വേണ്ടിയിരുന്നത്. അല്ലാതെ പാർട്ടിയെ ചതിക്കുന്ന നിലപാട് ചെയ്തത് ശരിയായില്ല. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു സഖാവ് അസ്വസ്ഥനായി. അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ അദ്ദേഹം മത്സരിക്കട്ടെ, സജി ചെറിയാൻ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുവാൻ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് അനുമതി നൽകി ഇറാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുവാൻ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് അനുമതി നൽകി ഇറാൻ. സംഘർഷത്തെ തുടർന്ന് ഇസ്രായേൽ, US എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് നിയന്ത്രണം തുടരുന്നതിനിടെയാണ് ഇന്ത്യൻ കപ്പലുകൾക്കായി ഹോർമുസ് കടലിടുക്ക് തുറന്നത്. പുഷ്പക്, പരിമൾ എന്നീ കപ്പലുകൾക്കാണ് കടന്നുപോകുവാൻ ഇറാൻ അനുമതി നൽകിയത്. ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ നടത്തിയ ചർച്ചയിലാണ് ഇളവ്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ ആദ്യ കപ്പൽ ഇന്ത്യയിലെത്തി. ലൈബീരിയ പതാക വഹിച്ച ഷെൻലോങ് സുയാസ്മാക്സ് എന്ന കപ്പൽ ക്രൂഡ് ഓയിലുമായാണ് മുംബൈ തീരത്തെത്തിയത്.
ഇറാഖിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.